യുദ്ധത്തിൽ ഇന്ത്യയുടെ പുതിയ തലച്ചോർ ഗ്യാൻ ചിപ്പുകൾ. ആധുനിക ലോകത്തെ യുദ്ധത്തിൻ്റെ ശക്തി സൈനികരുടെ എണ്ണത്തിലോ ആയുധങ്ങളുടെ വലിപ്പത്തിലോ മാത്രം അളക്കപ്പെടുന്ന ഒന്നല്ല. മറിച്ച് ഒരു രാജ്യം എത്ര വേഗത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നു, എത്ര കൃത്യമായി അവ വിശകലനം ചെയ്യുന്നു, എത്ര നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കുന്നു എന്നതിലാണ് യുദ്ധവിജയം ഇന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. അതിനാലാണ് ചിപ്പ് എന്ന ചെറിയ ഘടകം ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിയുടെ തലച്ചോറായി മാറുന്നത്. ആദ്യകാലത്ത് കമ്പ്യൂട്ടറുകൾ വാക്യൂം ട്യൂബുകളും ഫീമൻ ട്രാൻസിസ്റ്ററുകളും ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ഒരു മുറി നിറയുന്ന വലുപ്പമുണ്ടായിരുന്നു. എന്നാൽ അത്യന്തം സങ്കീർണമായ സർക്യൂട്ടുകൾ ഒരു ചെറിയ സെമി കണ്ടക്ടർ ചിപ്പിനുള്ളിൽ ഒതുക്കാൻ മനുഷ്യൻ പഠിച്ചപ്പോൾ കമ്പ്യൂട്ടറുകളും നിയന്ത്രണ സംവിധാനങ്ങളും കൈവേളയിൽ ഒതുങ്ങുന്ന നിലയിലേക്ക് മാറി. വർഷങ്ങളോളം ലോകം ആശ്രയിച്ചിരുന്നത് സിലിക്കൺ അടിസ്ഥാനമാക്കിയ ചിപ്പുകളെയായിരുന്നു. എന്നാൽ വേഗതയിലും വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതിലും താപനില സഹിഷ്ണുതയിലും സിലിക്കണിൻ്റെ പരിമിതികൾ വ്യക്തമായതോടെയാണ് ഗല്ലിയം നൈട്രൈഡ് അഥവാ ഗ്യാൻ എന്ന പുതിയ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യയ്ക്ക് ലോകം പ്രാധാന്യം നൽകാൻ തുടങ്ങിയത്. ഗല്ലിയം നൈട്രൈഡ് എന്നത് ഗാലിയവും നൈട്രജനും ചേർന്ന് രൂപപ്പെടുന്ന ഒരു കോമ്പൗണ്ട് സെമി കണ്ടക്ടറാണ്. സിലിക്കൺ ചിപ്പുകളേക്കാൾ പല മടങ്ങ് വേഗത്തിൽ പ്രവർത്തിക്കാനും അതിശക്തമായ വോൾട്ടേജും വൈദ്യുത ഭാരങ്ങളും താങ്ങാനും അതേസമയം വലുപ്പവും ഭാരങ്ങളും കുറയ്ക്കാനും ഗ്യാൻ ചിപ്പുകൾക്ക് കഴിയും. അതുകൊണ്ട് തന്നെ ആധുനിക റഡാർ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ, സാറ്റലൈറ്റ് ആശയവിനിമയം, മിസൈൽ നിയന്ത്രണം തുടങ്ങിയ നിർണായക പ്രതിരോധ മേഖലകളിൽ ഗ്യാൻ ഒരു ഗെയിം ചേഞ്ചറായി മാറി. ഏറെക്കാലം വരെ അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി, ദക്ഷിണ കൊറിയ തുടങ്ങിയ സാമ്പത്തികവും സാങ്കേതികവുമായ മഹാശക്തികൾക്ക് മാത്രം കൈവശമുണ്ടായിരുന്ന ഈ നിർണായക സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വന്തം തദ്ദേശീയ കഴിവുകൾ ഉപയോഗിച്ച് കൈവശമാക്കിയതോടെ അത് വെറുമൊരു ശാസ്ത്രീയ നേട്ടമല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി മാറുകയാണ്. ഈ സുപ്രധാന നേട്ടം രാജ്യത്തിന് സമർപ്പിച്ചത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അഥവാ DRDO ആണ്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ദൃഢനിശ്ചയവും ശാസ്ത്ര സമൂഹത്തിൻ്റെ സമർപ്പിത പരിശ്രമവും ഒന്നിച്ചപ്പോൾ മാത്രമാണ് ഇന്ത്യക്ക് യുദ്ധതല തലച്ചോർ സ്വന്തമാക്കാൻ സാധിച്ചത്. ഗ്യാൻ ചിപ്പുകളുടെ ഏറ്റവും വലിയ ശക്തി അവയുടെ വേഗത മാത്രമല്ല, മറിച്ച് ഒരേ സമയം അനവധി സിഗ്നലുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുമാണ്. അതിനാൽ തന്നെ ശത്രുവിൻ്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്തുയരുന്ന നിമിഷം മുതൽ നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള മിസൈൽ ലോഞ്ചറുകൾ വരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന AESA റഡാറുകളുടെ ഹൃദയമായി ഗ്യാൻ പ്രവർത്തിക്കുന്നു. ശത്രുവിൻ്റെ ആശയവിനിമയ ശൃംഖലകൾ ജാം ചെയ്യാനും അവരുടെ സിഗ്നലുകൾ കൃത്യമായി പിടികൂടാനും അതേസമയം സ്വന്തം ആശയവിനിമയ സംവിധാനങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും ഗ്യാൻ ചിപ്പുകൾ സഹായിക്കുന്നു. നിലവിലുള്ള സിലിക്കൺ സംവിധാനങ്ങളെക്കാൾ വേഗത്തിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് യുദ്ധഭൂമിയിൽ നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കേണ്ട സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് നിർണായകമായ മുൻതൂക്കം ലഭിക്കുന്നു. യുദ്ധവിമാനങ്ങളിൽ ഗതി നിർണയം, ലക്ഷ്യം കണ്ടെത്തൽ, നിരീക്ഷണം, രാത്രികാല കാഴ്ച, മൂടൽമഞ്ഞിലും പൊടിക്കാറ്റിലും പോലും ദൂരക്കാഴ്ച, ശത്രു വിമാനങ്ങളെ അവയുടെ താപവും സിഗ്നേച്ചറും അടിസ്ഥാനമാക്കി തിരിച്ചറിയൽ എന്നിവയെല്ലാം ഗ്യാൻ സാങ്കേതിക വിദ്യ കൊണ്ട് ഇന്ത്യക്ക് സാധ്യമാകുന്നു. തൊടുക്കുന്ന മിസൈലുകളുടെ നിയന്ത്രണം, അവയുടെ റേഞ്ച് വർദ്ധിപ്പിക്കൽ, കൃത്യതയും സൂക്ഷ്മതയും ഉറപ്പാക്കൽ, വെളിച്ചം, ശബ്ദം, മർദ്ദം തുടങ്ങിയ മാറ്റങ്ങൾ സെൻസറുകൾ വഴി തിരിച്ചറിഞ്ഞ് വേണ്ട കേന്ദ്രങ്ങളിലേക്ക് നിമിഷങ്ങൾക്കുള്ളിൽ സന്ദേശമയക്കൽ, ഇതെല്ലാം ഗ്യാൻ ചിപ്പ് എന്ന യുദ്ധതല തലച്ചോറിൻ്റെ കഴിവുകളാണ്. ഭാരം കുറഞ്ഞതും വലുപ്പം കുറഞ്ഞതുമായ അത്യാധുനിക ഡ്രോൺ നിർമ്മിക്കാനും ISR സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ബഹിരാകാശ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും ഭാവിയിലെ ഗോളാന്തര യാത്രാ പദ്ധതികൾ രൂപപ്പെടുത്താനും ഗ്യാൻ ചിപ്പുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. 2016 ഫ്രാൻസുമായി നടന്ന റഫേൽ യുദ്ധവിമാന കരാറിൻ്റെ സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അരങ്ങേറിയത്. റഫേൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്യാൻ സാങ്കേതിക വിദ്യയുടെ രഹസ്യ കോഡ് കൈമാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും അത് തന്ത്രപ്രധാനമായ രഹസ്യമാണെന്ന പേരിൽ ഫ്രാൻസ് അത് നിഷേധിക്കുകയായിരുന്നു. ഇന്ത്യക്ക് ആവശ്യമായ ചിപ്പുകൾ നൽകാമെന്ന വാഗ്ദാനം മാത്രമാണ് അന്നുണ്ടായത്. എന്നാൽ ഈ നിരാകരണം ഇന്ത്യക്കൊരു വലിയ വെല്ലുവിളിയായി മാറി. നിഷേധിക്കപ്പെട്ട സാങ്കേതിക വിദ്യ സ്വയം കണ്ടെത്തും എന്ന ആത്മവിശ്വാസത്തോടെ ഇന്ത്യ മുന്നോട്ടു പോയി. അതിനുവേണ്ടി ഇന്ത്യ DRDOയെ ചുമതലപ്പെടുത്തി. ഗ്യാൻ സാങ്കേതികവിദ്യ തദ്ദേശീയമായി വികസിപ്പിക്കാൻ തീരുമാനിച്ചതോടെ ഡോക്ടർ മീന മിശ്രയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്ര സംഘം 7 വർഷം നീണ്ട കഠിന ഗവേഷണത്തിലൂടെ ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചു. പരീക്ഷണശാലയിൽ വിജയകരമായ ഗ്യാൻ ചിപ്പ് സജ്ജമായതോടെ ഇന്ത്യ ഔദ്യോഗികമായി ഈ സാങ്കേതികവിദ്യ കൈവശമാക്കിയ രാജ്യമെന്ന പ്രഖ്യാപനവും നടത്തി. ഇതോടെ റാഫേൽ പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിർണായക ഘടകമായ ഗ്യാൻ ചിപ്പുകൾ പോലും ഇന്ത്യ സ്വന്തം കൈയാൽ നിർമ്മിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർന്നു. സാങ്കേതിക രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലൂടെ പ്രതിരോധ മേഖലയിലെ മുൻനിര രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ ഉറച്ച കാലടിയോടെ കടന്നു കയറുകയാണ്. അതിർത്തികളിൽ കൂടുതൽ സുരക്ഷ, ശത്രുക്കൾക്ക് മുന്നറിയിപ്പില്ലാത്ത പ്രതികരണം, യുദ്ധത്തിൽ വേഗതയും കൃത്യതയും, ഇതെല്ലാം ഒരുമിച്ച് സാധ്യമാകുന്ന ഇന്ത്യയുടെ പുതിയ തലച്ചോറാണ് ഗ്യാൻ ചിപ്പുകൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ
കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.